പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ശനിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഉപവാസം എടുത്ത് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ വിധം ദൈവം ഇടപെടും. വചന പ്രഘോഷണ സമയം യേശുവിൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റെക്സി. ഞാൻ കൊറോലങ്ങാട് ഇടവകയെന്ന് വരുന്നു. അയർലൻഡ് ലിംറിക്ക് വെച്ച് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ നടന്ന എൻ്റെ മോൻ സാംസന് കിട്ടിയ ഒരു രോഗശാന്തിയെക്കുറിച്ച് സാംസൺ എന്നാണ് എൻ്റെ പേരല്ലേ. 2014 മുതൽ അവനൊരു പ്രോബ്ലം ഉണ്ടായി. അവനിപ്പം അവൻ്റെ വലത് കൈ ഒരു സ്ഥലത്ത് തൊടുവാണെങ്കിൽ ഇടത് കൈ അവിടെ തന്നെ തൊടണം. കിടക്കുമ്പം പില്ലോയിൽ ഇടത് സൈഡ് വെച്ചാൽ കിടക്കുന്നെങ്കിൽ അവന് വലത് സൈഡോടെ തൊടണം. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടായി, നടക്കാൻ വരെ ബുദ്ധിമുട്ടായി. കാരണം ഒരു സ്റ്റെപ്പ് വലതുകാല് ആദ്യം വെച്ചാൽ അവൻ അവിടെ തന്നെ ഇടതുകാല് വെക്കണം. അപ്പോൾ അങ്ങനെ അത് നിസ്സാരമായ ഒരു സംഗതിയല്ല കേട്ടോ, നല്ലൊരു ഗംഭീരമായ വിഷയമാണ്. ഉറങ്ങാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. അപ്പം ഞങ്ങൾ എപ്പോഴും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും അവനോട്, ജീസസ് കം ടു മൈ ഹാർട്ട്, പ്ലീസ് കൈൻഡ്ലി സേവ് അസ്, പ്ലീസ് ജീസസ് കം ടു മൈ ഹാർട്ട്. അങ്ങനെ അവൻ എല്ലാ ദിവസവും 100-500 പ്രാവശ്യം പറഞ്ഞാൽ മാത്രം അവൻ ഉറങ്ങാൻ പറ്റുണ്ടായിരുന്നുള്ളൂ ഈ ബുദ്ധിമുട്ട് കാരണം. ഇതിങ്ങനെ പോയി ഈ ഇടത് ഷോൾഡർ വെച്ച് അവിടെ തന്നെ വലത് ഷോൾഡർ, അപ്പൊ ഇത് മാറ്റി മാറ്റി വെച്ച് വെച്ച് ആകെ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായി. അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും, സ്കൂളിൽ ഇപ്പം കുട്ടികൾ ആരെങ്കിലും അവൻ്റെ വലത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലത് സൈഡിൽ മുട്ടിയാൽ അവൻ അത് ഇടത് സൈഡ് മുട്ടിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ എഴുന്നേറ്റ് പോയി അത് ചെയ്യും. അങ്ങനെയായി. അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിപ്പിച്ചു. അങ്ങനെ പ്രശ്നമായി. എന്നിട്ട് അവരോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാരസൈറ്റും കയറിയതാണോ ഇത്, എന്താണെന്ന് അറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞാൻ ഹസ്ബൻഡ് ഇരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അഭിഷേകാഗ്നി യൂട്യൂബിലിട്ട് കാണും. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന സമയത്താണ് 2015 അഭിഷേകാഗ്നി കൺവെൻഷൻ ലിംബ്രയ്ക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ടോ, ജനങ്ങളെല്ലാ ഭാഗത്തുനിന്ന് വന്ന് കൂടിയ വലിയൊരു കൺവെൻഷൻ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അങ്ങനെ ഓരോ 3 ദിവസം ഞങ്ങൾ കൺവെൻഷൻ കൂടി. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഓരോ സിംറ്റവും പതുക്കെ മാറി മാറി ഇപ്പം അവന് ഒരു പ്രശ്നവും ഇല്ല. ശരിക്കും താമസം മാറി, ശരിക്കും പറയാം. ഇങ്ങനെ സ്റ്റേജ് ഓടിക്കയറി വന്നാണ് ഇവന് സ്റ്റേജിൽ കൂടെ നുഴഞ്ഞു കയറി കളഞ്ഞ സ്റ്റേജിലേക്ക് പാകിസ്ഥാൻകാർ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ സ്റ്റേജിന്റെ പുറകെ കൂടെ പോയി. അച്ഛനെ ആദ്യം കണ്ട ആളാ.
അത് ആര് വരരുതെന്ന് പറഞ്ഞ് കർശനമായ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് അവിടെ ഇരിക്കുമ്പോൾ സാംസൺ പതുക്കെ നുഴഞ്ഞ് കയറി സ്റ്റേജിൻ്റെ പുറകിൽ കൂടെ അച്ഛനിരിക്കുന്ന സ്ഥലത്തെത്തി കളഞ്ഞ് നീ ആളും എടുക്കണം കേട്ടോ. അവൻ അങ്ങനെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോയി. അതിന് ശേഷം കുഴപ്പമില്ല അല്ലേ? നിനക്ക് നല്ല സന്തോഷമാണ് ഈ മൈക്ക് കൂടെ പറഞ്ഞ്. സന്തോഷം. നിനക്കൊക്കെ മാറിയോ? മാറി. എങ്ങനെ നീ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടോ? നിന്റെ പേര് പറ. സാംസൺ. എവിടെ സ്ഥലം എവിടെയാ? കുറവളങ്ങാട്. കുറവലങ്ങാണ്. അയർലൻഡിൽ കിൽഡർ. ഹൃദയ നിഷ്കളങ്കത കണ്ട് യേശു ഇവനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. സാംസൺ സന്തോഷമായിരിക്കും കേട്ടോ. ഇനി നിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഈശോ മാറ്റി തരും കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ യേശു അഭിഷേകത്തിന് കണ്ട് പ്രാർത്ഥിക്കണം. നീ അഭിഷേകത്തിനൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. അഭിഷേകത്തിന് കാണുന്നുണ്ടോ? എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് കാണാറുണ്ട് യൂട്യൂബിൽ. എല്ലാ ദിവസവും ഇവനത് സ്നേഹമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പോകുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കാനാണെങ്കിലും ഇപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? മറ്റേത് വലത് തൊട്ടേ ഇടത്തുനിന്ന് തുടങ്ങണം അങ്ങനെയാണ്. ഇതൊക്കെ മാറിയിട്ടോ. അത് ദൈവം നിന്നെ രക്ഷിച്ചതാ കേട്ടോ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായേനെ, പക്ഷേ ദൈവം നിന്നെ രക്ഷിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി ഒരു കന്നഡപ്പാട്ട് പാടി കൈ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നിട്ട് കൈ ഉയർത്തി കൈയടിച്ച് ಯೇಸು 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 ಎಂದರೆ ನನ್ನಿಂದ ನೀಗುತ್ತದೆ ಎಲ್ಲ ತೊಂದರೆ. ಯೇಸು 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 ಎಂದರೆ ನನ್ನಿಂದ ನೀಗುತ್ತದೆ ಎಲ್ಲ ತೊಂದರೆ. ಯೇಸು ನೀವೇ ನನ್ನಲ್ಲಿ ಬಂದರೆ ನೀವೇ ನೋಡಿಕೊಳ್ಳ ಎಲ್ಲ ತೊಂದರೆ. ಯೇಸು ನೀವೇ ನನ್ನಲ್ಲಿ ಬಂದರೆ ನೀವೇ ನೋಡಿಕೊಳ್ಳ ಎಲ್ಲ ತೊಂದರೆ. കൈ ഉയർത്തി കൈയടിച്ച് La 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 la. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രഭാഷകന്റെ പുസ്തകം 42 അധ്യായം 15 തിരുലിഖിതം. കർത്താവ് തൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. യോഹന്നാൻ 6 അധ്യായം 63 തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. റോമാലേഖനം 9 അധ്യായം 6 തിരുലിഖിതം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. വചനം ദൈവത്തിൻ്റെ തിരികെ നടപ്പാക്കുന്ന അത്ഭുത ശക്തിയാണ്. വചനം ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. വചനം സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ഇപ്പോൾ ചാടി എഴുന്നേൽക്കുക. വചനത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയിലേക്ക്, ശുശ്രൂഷയിലേക്ക് കർത്താവ് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം മക്കളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമയമാണിത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ ഏക മനസ്സോടെ ഇപ്പോൾ ഒരുമിച്ച് സ്തുതിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശു തന്റെ ജീവൻ കൊടുത്ത് അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് അവൻ സ്വന്തം എടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തം എടുത്തു. പാപത്തിനെന്നെ മരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. പാപത്തിനെന്നെ മരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ ശാസിക്കുന്നു. എല്ലാ ദൈവങ്ങളും വലിയ
വിശ്വാസത്തോടെ കൈ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാരങ്ങൾ തകരുന്നു. ആധിപത്യ ശക്തിയിൽ വിട്ടുപോകട്ടെ. കുടുംബങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Glory, hallelujah. അവനേറ്റ പീഡകളാ ശക്തി പകർന്നു. വലിയ വിടുതലുകൾ. രോഗത്തിനെന്റെ മരണമില്ല, ഇനി ദുരിതങ്ങളില്ല, പതറുകില്ല. രോഗത്തിനെന്റെ മരണമില്ല, ഇനി ദുരിതങ്ങളില്ല, പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ ലോകത്തെ ശാസിക്കുന്നു. യേശുനാമത്തിൽ വിട്ടുപോവുക. ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയം കുടുംബങ്ങളുടെ ആധിപത്യ ശക്തികൾ ഛിന്നഭിന്നമാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഞങ്ങളുടെ ജീവിക്കുന്നവനായ കർത്താവേ യേശുവേ, വചനത്തിനും അങ്ങയുടെ അഭിഷേകത്തിനും വേണ്ടി ദാഹിച്ച് പാലിന് വേണ്ടി ദാഹിക്കുന്ന ഇളം പൈതങ്ങളെ പോലെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളെ ഈ നിമിഷം അവിടുന്ന് വാരി പുണരണമേ. അവിടുന്ന് മാറോട് ചേർക്കണമേ കർത്താവേ. ആത്മാക്കളുടെ ദാഹത്തെ അവിടുന്ന് ശമിപ്പിക്കണമേ. അന്തരംഗങ്ങളുടെ എല്ലാ ദാഹങ്ങളെ അവിടുന്ന് ശമിപ്പിക്കണമേ. ഹൃദയദാഹം അറിഞ്ഞ് അഭിഷേകം പകരണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. കുട്ടികളുടെ മേൽ കൃപ നിറയട്ടെ കർത്താവേ. മന്ദതയുള്ള ആത്മാക്കളുടെ മേൽ പുതുജീവൻ നിറയട്ടെ കർത്താവേ. എല്ലാ തിന്മകളും നിരാശകളും ഭാരങ്ങളും പാപബന്ധനങ്ങളും പീഡിപ്പിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേൾക്കാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എൻ്റെ സഹനം അവസാനിക്കുന്നില്ല. അച്ഛൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ വളരെയധികം വ്യക്തികളുടെ ഒരു സങ്കടമാണിത്. ഞാൻ ഒരുപാട് അധ്വാനിച്ച് കുറച്ചൊക്കെ മാറി, എന്നാലും ശരി ചില സഹനങ്ങൾ മാറുന്നില്ല. എന്താണ് ഇതിന് കാരണം എന്ന് അന്വേഷിച്ച് നോക്കി. എന്തെങ്കിലും പാപങ്ങളുണ്ടോ? എൻ്റെ പാപങ്ങളാണോ ഇതിന് കാരണം? അതാണെങ്കിൽ ഞാൻ പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് നോക്കിയിട്ടും പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടും സഹനങ്ങൾ മാറുന്നില്ല. ചില ആളുകൾ അതിനുവേണ്ടി എത്രമാത്രം കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കണ്ണുനീരൊന്ന് മാറ്റിത്തരണമേ, ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണമേ. എന്നിട്ടും സഹനങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ്, എന്തുകൊണ്ട് എൻ്റെ സഹനങ്ങൾ അവസാനിക്കുന്നില്ല, എൻ്റെ സഹനങ്ങൾ തീരുന്നില്ല, ഇതിനൊരു അവസാനമില്ലേ? ഇതിനെക്കുറിച്ച്, ഈ ഹൃദയഭാരങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അതെല്ലാം ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ലഭിച്ച ഒരു വെളിപ്പെടുത്തൽ വിശുദ്ധ ഫൗസ്റ്റീന എന്ന ആ വിശുദ്ധയ്ക്ക് ഈശോ കൊടുത്ത ഉൾക്കാഴ്ചകളിൽ നിന്നാണ് കിട്ടിയത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ഒരു മഠത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ, ഒരു കോൺവെൻറ്റിൽ ഇന്ന് മാറി മാറി പ്രശ്നങ്ങൾ. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ദൈവസന്നിധിയിൽ ആ കോൺവെൻറ്റിന് വേണ്ടി അതിതീക്ഷ്ണമായി പ്രാർത്ഥിച്ചിട്ടും ആ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പോൾ ഈശോയോട് വിശുദ്ധ ഫൗസ്റ്റീന സങ്കടപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, അവർ പ്രാർത്ഥിച്ചു, ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന പ്രാർത്ഥനകൾ ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് അവിടുന്ന് ഇടപെടുന്നില്ല? അപ്പോൾ ഈശോ കൊടുത്തൊരു മറുപടി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ 1714 എണ്ണിക,
ഇന്ന് മഠത്തിന് വേണ്ടി പ്രത്യേകമായി ഞങ്ങളുടെ മഠം അനുഭവിക്കുന്ന കുരിശ് മാറ്റിത്തരുവാൻ കരുണയുണ്ടാകണമേ എന്ന് തീവ്രമായി യേശുവിനോട് ഞാൻ അപേക്ഷിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, മറ്റ് നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിക്കുന്നു. ഈ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വരെ ഈ കുരിശ് എടുത്തു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു സഹനം അനുവദിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ണുനീര്, ഒരു സഹനം, ഒരു വേദന നമ്മുടെ കർത്താവ് അനുവദിക്കുമ്പോൾ, നമ്മുടെ നല്ല കർത്താവ് അതുവഴി വളരെ വലിയ ഒരു ആത്മീയ നന്മ ഉളവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പള്ളികൾക്കാണെങ്കിലും കോൺവെൻറ്റുകൾക്കാണെങ്കിലും സഭകൾക്കാണെങ്കിലും കുടുംബങ്ങൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും നമ്മുടെ കർത്താവ് അനുവദിക്കാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തലമുടിയിഴ പോലും അനങ്ങുന്നത് വീഴുന്നത് അവിടുന്ന് അറിയുന്നുണ്ട്. അവിടുന്ന് അറിയാതെ, അവിടുന്ന് അനുവദിക്കാതെ ഒന്നും ഒരു ദൈവ പൈതലിൻ്റെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, എൻ്റെ സ്നേഹമുള്ള കർത്താവ്, എന്നെപ്പോഴും ഉയർത്താൻ ആഗ്രഹിക്കുന്ന കർത്താവ്, ഒരു കണ്ണുനീര്, തകർച്ച, വലിയൊരു മാരക രോഗം, അല്ലെങ്കിൽ വലിയൊരു കടബാധ്യത, വലിയൊരു ദുഃഖം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അതുവഴി വലിയൊരു നന്മ ഉളവാക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഈ സഹനത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ അസഹനത്തിൽ അങ്ങ് എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ഇത് ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് താഴ്മയോട്, എളിമയോടും വിനയത്തോടും കൂടെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെ വിളിച്ചപേക്ഷിക്കണം. ഇതിലൂടെ ദൈവമേ, എൻ്റെ യേശുവേ, അവിടുന്ന് എന്താണ് ഈ എന്നോട് സംസാരിക്കുന്നത്? ഒന്ന് ചെയ്ത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുലിഖിതം, പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. Crown of glory, crown of life, crown of eternal life. ഓരോ സഹനത്തിലൂടെയും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഒരിക്കൽ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് 1487 ഖണ്ഡികയിലാണ്. 1487, 1487. അവിടെ ഒരു ദിവസം ഫൗസ്റ്റീന വളരെയധികം ദുഃഖിതയും വളരെയധികം മ്ലാനവധിയുമായി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു വിശുദ്ധ ഫൗസ്റ്റീനോട് ചോദിച്ചു, എന്താണ് നീ വളരെയധികം സഹിക്കുന്നത് പോലെ ഇരിക്കുന്നത്? ഉടനെ വിശുദ്ധ ഫൗസ്റ്റീന യേശുവിനോട് പറഞ്ഞു, എൻ്റെ അനാരോഗ്യം വിശുദ്ധിയുടെ പാതയിൽ മുന്നേറുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നു. എനിക്ക് ആരോഗ്യമില്ല, എപ്പോഴും രോഗം വരികയാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ വിഷമമുണ്ട്. എൻ്റെ അനാരോഗ്യം വിശുദ്ധിയുടെ പാതയിൽ മുന്നേറാൻ എന്നെ പിന്തിരിപ്പിക്കുന്നു. എൻ്റെ കടമകൾ പൂർത്തിയാക്കുവാൻ എനിക്ക് കഴിയുന്നുമില്ല. വണ്ടിയുടെ കേടുപറ്റിയ ചക്രം പോലെ എന്നെ ഇനി ഒന്നിനും കൊള്ളുകയില്ല. പഞ്ചറായ, പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയുടെ പഞ്ചറായ ചക്രയിൽ എടുത്ത് റോഡിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുന്നത്.
അല്ലെങ്കിൽ വീട്ടിലെടുത്ത് വാചലപ്പാട്ടിൽ അതേമാതിരി വണ്ടിയുടെ കേട് പറ്റിയ ചക്രം പോലെ ഒന്നിനും കൊള്ളാതെ എടുത്ത് അട്ടത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എടുത്ത് മാട്ട വെച്ചിരിക്കുന്ന പോലെ ഉള്ള ഒരവസ്ഥയാണ് എൻ്റെ സ്ഥിതി. എന്നെ ഇനി ഒന്നിനും കൊള്ളുകയില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എൻ്റെ ആരോഗ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റണില്ല. ഇതാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ സങ്കടം. എന്നെ ഇനി ഒന്നിനും കൊള്ളുകയില്ല. വിശുദ്ധരെ പോലെ ഉപവസിക്കുവാനോ ശാരീരികമായ സഹനങ്ങൾ ഏറ്റെടുക്കുവാനോ എനിക്ക് കഴിയുന്നില്ല. ഇതിലുപരിയായി ഞാൻ രോഗിയാണെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. അതിനാൽ ശാരീരിക വേദനകളോടൊപ്പം മനോവേദനയും എന്നെ മൂടുന്നു. പലപ്പോഴും എളിമപ്പെടുത്തലുകളും ലഭിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യേശുവേ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ സ്നേഹിക്കുക? മനുഷ്യരൊരാൾ മനസ്സിലാക്കണില്ല. എന്നാൽ സഹിക്കാൻ പറ്റാത്ത രോഗങ്ങളും വേദനകളും, പൊട്ടിപ്പൊളിഞ്ഞ കേടുപറ്റി ആർക്കും വേണ്ടാത്ത എടുത്തെറിഞ്ഞ വണ്ടിയുടെ ചക്രം പോലെ ഒന്നിനും ഉപകരിക്കാത്ത വിധം ഞാൻ ഇതാ ഇരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ സങ്കടം, ഈശോ, എനിക്ക് വിശുദ്ധി വളരാനോ അങ്ങയെ സ്നേഹിക്കാനോ പറ്റണില്ല ഇപ്പോൾ. ഈശോയോട് പറഞ്ഞു. ഉടനെ ഈശോ മറുപടി പറയുകയാണ്. ഈശോ പറഞ്ഞു, സത്യമാണ് നീ പറഞ്ഞത്, സത്യമാണ് നീ പറഞ്ഞത് എൻ്റെ കുഞ്ഞെ. ഇതെല്ലാം വേദനാജനകമാണ്. എന്നാൽ കുരിശിൻ്റെ ഈ വഴിയല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ഇത് എടുത്തു മാറ്റാത്തത്. മകളെ, കുഞ്ഞെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നാൽ ഇത് മാറില്ല. കാരണം കുരിശിൻ്റെ ഈ വഴിയല്ലാതെ സ്വർഗത്തിലേക്ക് മറ്റൊരു വഴിയില്ല. ഞാൻ ആദ്യം അത് സ്വീകരിച്ചു. ഏറ്റവും ഉറപ്പുള്ളതും ഏറ്റവും ദൂരം കുറഞ്ഞതുമായ പാത ഇതാണെന്ന് തീർച്ചയായും നീ മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് ഏറ്റവും ഉറപ്പുള്ളതും ഏറ്റവും ദൂരം കുറഞ്ഞതുമായ വഴിയാണ് കുരിശിൻ്റെ വഴി, സഹനത്തിൻ്റെ വഴി, തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ വഴി, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന വേദന കൊണ്ട് നിറഞ്ഞ വഴിയുണ്ടല്ലോ, അത് കർത്താവിൻ്റെ പക്കലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടെന്ന് എത്തിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് വേ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ സഹനത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ ഓരോ സഹനത്തിൻ്റെ അർത്ഥം കർത്താവ് നമുക്ക് പറഞ്ഞു തരും. ഇത് വേദനാജനകമാണ് മകളെ, പക്ഷെ ഈ വഴി അല്ലാതെ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നീ ആ വഴി കൂടെ തന്നെ നടക്കണം. യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലേ? ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. യേശു വലിയ കണ്ണുനീരോട് വിലാപത്തോടു കൂടെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. പക്ഷേ അനുസരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹനത്തിൻ്റെ വഴികളിലൂടെ തന്നെ പിതാവ് പുത്രനെ കൈപിടിച്ച് നടത്തി. ഒന്ന് ചെന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം മക്കളെ മഹത്വത്തിലേക്ക് നയിക്കാൻ അതല്ലാതെ പിതാവിൻ്റെ സ്നേഹത്തിൽ മറ്റൊരു ബെസ്റ്റ് വഴിയില്ലായിരുന്നു. ദ ബെസ്റ്റ് വേ അതാണ് പിതാവായ ദൈവം യേശുവിന് കൊടുത്തത്. കാരണം ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യരുടെ ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് സഹനം ഇഷ്ടമല്ല, എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദ ബെസ്റ്റ് വേ, ദ ഷോർട്ടസ്റ്റ് വേ, സഫറിങ്, സോ പ്രഷ്യസ്, സോ ലവബിൾ. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പറഞ്ഞത്, ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ സഹിക്കാൻ തരിക അല്ലെങ്കിൽ എന്നെ മരിക്കാൻ അനുവദിക്കുക. സഹനമില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് എത്ര വിശുദ്ധന്മാർ കർത്താവിനോട് നിലവിളിച്ച്. ഒന്നുകിൽ സഹിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കുക. ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം. ഇതാണ് ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ലവബിൾ, സോ പ്രഷ്യസ്, സോ സ്വീറ്റ്, സഫറിങ് ആൻഡ് ക്രോസ്. ദൈവത്തിൻ്റെ ജ്ഞാനവും നമ്മുടെ ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്.
സഭാപ്രസംഗന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം തിരുലിഖിതം, ജ്ഞാനിയുടെ ഹൃദയം, ദൈവാത്മാവുള്ളവന്റെ ഹൃദയം കണ്ണുനീരിന്റെ ഭവനത്തിൽ, മൂഢന്റെ ഹൃദയം ആഹ്ലാദത്തിന്റെ ഭവനത്തിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ബേസിക് ടേസ്റ്റ്, എൻ്റെ ഹൃദയത്തിൻ്റെ അടിസ്ഥാന വിശപ്പ് എന്തിനാണ്? എനിക്ക് കർത്താവിനോടൊപ്പം സഹിക്കണം, എനിക്ക് വേദന വേണം എന്നുള്ളതാണോ? വേദന ഒഴിവാക്കണം, എനിക്ക് കുരിശ് വേണ്ട, എനിക്ക് സഹനം വേണ്ട എന്നുള്ളതാണോ? ലോകപ്രകാരമുള്ള മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനായി ജനിക്കണം. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന എഴുന്നള്ളി വെക്കുന്ന ഈ സമയത്ത് ഹൃദയം നുറുങ്ങി, കർത്താവേ എന്നെ ഒരു ആത്മീയ പൈതലായി ജനിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിന് മുമ്പിൽ മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ കൂപ്പി, യേശുവേ സഹനത്തിൻ്റെ അർത്ഥം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് എളിമപ്പെട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ വേളകളിലെല്ലാം യേശുവേ നിശബ്ദനായി ഞാൻ കരഞ്ഞു. നാഥ, ആ നേരമീ സോനാഥൻ സാന്ത്വന വചനങ്ങൾ ഒഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളില്ല, നാളെ നീ മഹത്വമായി മാറും. ഇന്നത്തെ വേദന ഇല്ല, നാളെ നീ ആനന്ദമാകും. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാം. യേശുവേ, 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 യേശുവേ.